ഹായ് ഗൈസ്, അപ്പം നമ്മൾ കാട്ടിക്കുളത്ത് നേരെ വിട്ടതിന് ശേഷം ഇപ്പം നമ്മളെ സ്ഥലത്തിൻ്റെ പേര് നേടാകില്ലേ? ഈ സ്ഥലത്തിൻ്റെ പേര് നമ്മളിപ്പം തോൽപ്പെട്ടിയും പിന്നെ നമ്മൾ തോൽപ്പെട്ടി വന്യജീവി സങ്കേതമല്ലേ, അങ്ങോട്ട് പോകുന്ന വഴിയാണ് നേരെ പോകുന്നത്. പിന്നെ ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ തിരുനെല്ലി ടെമ്പിളിലേക്ക് 13 കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറയുന്നത്. തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലേക്ക് ആകെ 5.5 കിലോമീറ്റർ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തിരുനെല്ലി ടെമ്പിളിലേക്ക് പോകാനാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ബോർഡ് കണ്ടപ്പോഴത്തേക്ക് ഇവിടെ വണ്ടി നിർത്തിയതാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ തോൽപ്പെട്ടി തിരുനെല്ലി അമ്പലം നമ്മളതിന് നേരെ പോകും. ഈ വണ്ടി ശരിക്കും പോലീസ് ലുക്കിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ പോലീസ് വണ്ടിയാണ് വിചാരിച്ചത്, പക്ഷെ പോലീസിൻ്റെ വണ്ടി എന്നല്ല. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, നല്ല ഫുള്ള് ഫോറസ്റ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. നൈസ് ലുക്കാണ് എന്ത് പറഞ്ഞാലും ഫോറസ്റ്റ്. ഇവിടുന്ന് 13 കിലോമീറ്റർ എന്നല്ല പറഞ്ഞാൽ അവിടെ കണ്ടതാണ്. ഇത് നല്ല കിടിലം ഫോറസ്റ്റാണ്. ഇതിലെ കൂടെ പോകുമ്പം 13 കിലോമീറ്ററും ഫുള്ളും ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, എവിടെയും നിർത്താൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുരങ്ങനൊക്കെ കാണാൻ പറ്റും. അത് നല്ല നേരത്തെ ആയിരുന്നു വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ആനേനെയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പം എന്തായാലും ആനയെ കാണാനുള്ള സാധ്യത കുറവാണ് പൊതുവെ. പക്ഷെ ഫോറസ്റ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട് ഇതിലേക്കൂടെ വരാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പുണ്ട്. ആ വരുന്ന വഴിയിലൊക്കെ കുറച്ച് കുരങ്ങന്മാർ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിൽ ഒരു ജീവികളെ ഒന്നും കാണുന്നില്ല. സോ ആനേനെയൊക്കെ ഒന്ന് കാണാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. സോ വയനാട് വഴി വന്നിട്ട് ഞാൻ ഇതുവരെ കാട്ടാനകളൊന്നും കണ്ടില്ല. ഞാൻ ഒരു വട്ടം മഴയത്ത് ഈ വഴി വന്നിട്ടുണ്ട്, മഴക്കാലത്ത് ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. പക്ഷെ മഴയായതുകൊണ്ട് അന്നേരം മൃഗങ്ങളൊന്നും അങ്ങനെ ഇറങ്ങുന്നുണ്ടായില്ല കേട്ടോ പുറത്തേക്ക്.